നമസ്കാരം. പവർ ലിങ്ക് ഇൻഷുറൻസിൻ്റെ ഈ പ്രത്യേക അറിവ് പങ്കിടൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ജീവിതത്തിൽ ഓരോരുത്തർക്കും ഒരിക്കലെങ്കിലും ആവശ്യമായി വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെൻ്റായ പാസ്പോർട്ടിനെ കുറിച്ചാണ്. പലർക്കും പാസ്പോർട്ട് എടുക്കുന്നത് വളരെ കഷ്ടപ്പെട്ട ഒരു പ്രോസസ്സ് എന്നാണ് തോന്നുന്നത്. എന്നാൽ ശരിയായ അറിവും തയ്യാറെടുപ്പുമുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ പാസ്പോർട്ട് എടുക്കാൻ നമുക്ക് സാധിക്കും. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് പാസ്പോർട്ട് എന്തിനാണ് ആവശ്യമായി വരുന്നത് എന്നാണ്. വിദേശ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ മാത്രമല്ല, ഇന്ന് ബാങ്കിൻ്റെ KYC, ഉയർന്ന വിദ്യാഭ്യാസ അപേക്ഷകൾ, വിദേശ ജോലികൾ, സ്റ്റഡി വിസ, കുടുംബ വിസ, ഇൻഷുറൻസ് ക്ലെയിം, വെരിഫിക്കേഷൻ തുടങ്ങിയ നിരവധി കാര്യങ്ങൾക്ക് പാസ്പോർട്ട് ഒരു ശക്തമായ ഐഡൻറ്റിറ്റി പ്രൂഫായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ കുടുംബത്തിലും ഓരോ അംഗത്തിനും പാസ്പോർട്ട് ഉണ്ടായിരിക്കുന്നത് ഭാവിയിൽ വളരെ ഗുണം ചെയ്യും. ഇനി പാസ്പോർട്ട് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം, ഓൺലൈനായി അപേക്ഷ നൽകുമ്പോൾ നമ്മൾ നൽകുന്ന പേര്, ജനന തീയതി, വിലാസം എന്നിവ ആധാർ കാർഡ്, SSLC സർട്ടിഫിക്കറ്റ്, ബർത്ത് സർട്ടിഫിക്കറ്റ് എന്നിവയുമായി കൃത്യമായി ഒന്നിക്കണം. ചെറിയ സ്പെല്ലിംഗ് വ്യത്യാസം പോലും പിന്നീട് വിസ അപേക്ഷ സമയത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പലർക്കും ഉണ്ടാകുന്ന മറ്റൊരു പിഴവാണ് അഡ്രസ് പ്രൂഫ് കൃത്യമായി നൽകാത്തത്. ഇപ്പോൾ നിങ്ങൾ താമസിക്കുന്ന വിലാസം തന്നെയാണ് അപേക്ഷയിലും നൽകേണ്ടത്. കാരണം പോലീസ് വെരിഫിക്കേഷൻ സമയത്ത് ഉദ്യോഗസ്ഥർ നേരിട്ട് ആ വിലാസത്തിൽ എത്തി പരിശോധിക്കും. അവിടെ നിങ്ങൾ ലഭ്യമല്ലെങ്കിൽ, അയൽവാസികൾക്ക് വ്യത്യസ്തമായ വിവരം ഇല്ലെങ്കിൽ അപേക്ഷ വൈകാനും റിജക്റ്റ് ആകാനും സാധ്യതയുണ്ട്. മറ്റൊരു പ്രധാന കാര്യം പാസ്പോർട്ട് ഫോട്ടോയാണ്. പലരും വീട്ടിൽ വച്ച് എടുത്ത ഫോട്ടോ ആയിരിക്കും അപ്ലോഡ് ചെയ്ത് അപേക്ഷ സമർപ്പിക്കുന്നത്. പക്ഷേ മുഖം വ്യക്തമായി കാണുന്ന, ശരിയായ ലൈറ്റിംഗ് ഉള്ള, പശ്ചാത്തലം വെളുത്തതായ ഫോട്ടോ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ബയോമെട്രിക് വെരിഫിക്കേഷനിൽ ഇത് നിർണായകമാണ്. ഇനി പലർക്കും അറിയാത്ത ഒരു പ്രധാന വിവരം പറയാം. പാസ്പോർട്ട് എടുക്കുമ്പോൾ മൊബൈൽ നമ്പറും ഇമെയിൽ ID-യും കൃത്യമായി നൽകുന്നത് വളരെ പ്രധാനമാണ്. കാരണം എല്ലാ സ്റ്റാറ്റസ് അപ്ഡേഷനുകളും, പോലീസ് വെരിഫിക്കേഷൻ വിവരങ്ങളും, ഡെലിവറി വിവരങ്ങളും ഈ നമ്പറിലേക്കായിരിക്കും വരുന്നത്. ചിലർ ഏജൻസിയുടെ നമ്പർ നൽകുന്നു. പിന്നീട് വിവരങ്ങൾ സമയത്ത് ലഭിക്കാത്തതിനാൽ അനാവശ്യമായ ടെൻഷൻ അനുഭവിക്കേണ്ടി വരുന്നു. അതിനാൽ സ്വന്തം മൊബൈൽ നമ്പർ തന്നെ നൽകുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഇനി പാസ്പോർട്ടിൽ ചേർക്കാൻ പലർക്കും സംശയമുണ്ടാകുന്ന മറ്റൊരു കാര്യമാണ് സ്പൗസ് നെയിം, പേരൻസ് നെയിം തുടങ്ങിയ വിവരങ്ങൾ. വിവാഹിതരായവർക്ക് ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ പേര് ചേർക്കുന്നത് പിന്നീട് ഫാമിലി വിസ, ഡിപ്പെൻഡൻറ്റ് വിസ, ജോയിൻറ്റ് ട്രാവൽ തുടങ്ങിയ കാര്യങ്ങൾക്ക് സഹായകരമായിരിക്കും. ചേർക്കാതിരുന്നാൽ പിന്നീട് തിരുത്തൽ ചെയ്യാൻ വീണ്ടും അപേക്ഷയും ഫീസും ആവശ്യമായി വരാം. അതുപോലെ കുട്ടികൾക്ക് പാസ്പോർട്ട് എടുക്കുമ്പോൾ മാതാപിതാക്കളുടെ പാസ്പോർട്ട് വിശദാംശങ്ങൾ കൃത്യമായി നൽകുന്നത് പ്രോസസ് വേഗത്തിൽ പൂർത്തിയാക്കാൻ സഹായിക്കും. ഇനി പാസ്പോർട്ട് എടുത്ത ശേഷം പലരും ചെയ്യുന്ന ഒരു വലിയ പിഴവാണ് അത് കാലാവധി കഴിഞ്ഞിട്ടും പുതുക്കാതെ വയ്ക്കുന്നത്. കാരണം ചില രാജ്യങ്ങളിൽ വിസ അപേക്ഷിക്കുമ്പോൾ കുറഞ്ഞത് 6 മാസം വാലിഡിറ്റി ഉള്ള പാസ്പോർട്ട് ആവശ്യമാണ്. വാലിഡിറ്റി കുറഞ്ഞാൽ വിസ പോലും റിജക്റ്റ് ആകാൻ സാധ്യതയുണ്ട്. അതിനാൽ എക്സ്പയറി ഡേറ്റ് മുൻകൂട്ടി ശ്രദ്ധിച്ച് പുതുക്കുന്നത് വളരെ പ്രധാനമാണ്. ഇനി ഒരു പ്രധാന ഗുണം പറയാം. ഇന്നത്തെ കാലത്ത് പാസ്പോർട്ട് ഉള്ള ആളുകൾക്ക് വിദേശ ജോലികൾ, സ്റ്റഡി അവസരങ്ങൾ, അന്താരാഷ്ട്ര ബിസിനസ് യാത്രകൾ എന്നിവയിൽ വളരെ വേഗത്തിൽ അവസരങ്ങൾ ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാൻ എന്ന നിലയിൽ പാസ്പോർട്ട് എടുത്ത് സൂക്ഷിക്കുന്നത് ഒരു ഭാവി സുരക്ഷ പോലെ പ്രവർത്തിക്കും. പ്രത്യേകിച്ച് യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും ഇത് വലിയ ഒരു ആസ്തിയാണ്.
ഇപ്പോൾ പലർക്കും സംശയമുണ്ടാകുന്ന ഘട്ടമാണ് ഈ പോലീസ് വെരിഫിക്കേഷൻ എന്ന് പറയുന്നത്. പാസ്പോർട്ട് അപേക്ഷ സമർപ്പിച്ച ശേഷം സാധാരണയായി ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഉദ്യോഗസ്ഥർ നിങ്ങളുടെ വിലാസത്തിൽ എത്തി നിങ്ങൾ അവിടെ താമസിക്കുന്നുണ്ടോ, നൽകിയ വിവരങ്ങൾ ശരിയാണോ എന്നത് പരിശോധിക്കുന്നതാണ് ഈ പ്രക്രിയ. ഈ സമയത്ത് നിങ്ങൾ വീട്ടിലില്ലെങ്കിൽ കുടുംബാംഗങ്ങൾ വ്യക്തമായ വിവരം നൽകാൻ തയ്യാറായിരിക്കണം. കൂടാതെ അയൽവാസികൾക്ക് നിങ്ങളെക്കുറിച്ച് അറിയാമെങ്കിൽ വെരിഫിക്കേഷൻ വളരെ എളുപ്പത്തിൽ പൂർത്തിയാകും. ചിലർ അപേക്ഷ നൽകിയ ശേഷം മറ്റൊരു സ്ഥലത്തേക്ക് താമസം മാറുന്നു. എന്നാൽ അപേക്ഷയിൽ പഴയ വിലാസം തന്നെയുണ്ടായിരിക്കുന്നതിനാൽ വെരിഫിക്കേഷൻ പരാജയപ്പെടുകയും പാസ്പോർട്ട് വൈകുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അതിനാൽ അപേക്ഷ നൽകുമ്പോൾ നിങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന വിലാസം തന്നെയാണ് നൽകേണ്ടത് എന്നത് വളരെ പ്രധാനമായ ഒരു കാര്യമാണ്. ഇനി മറ്റൊരു പ്രധാന വിഷയം പലരും ശ്രദ്ധിക്കാത്തതാണ് പാസ്പോർട്ടിലെ ഗിവൺ നെയിം, സർനെയിം എന്ന വിഭാഗം. ഉദാഹരണത്തിന് നിങ്ങളുടെ പേര് ജോബി ജോസഫ് ആണെങ്കിൽ ഗിവൺ നെയിം എന്നിടത്ത് ജോബി എന്നും സർനെയിം എന്നിടത്ത് ജോസഫ് എന്നും കൃത്യമായി നൽകണം. ചിലർ മുഴുവൻ പേരും ഒരേ ബോക്സിൽ എഴുതുകയും സർനെയിം ഒഴിവാക്കുകയും ചെയ്യുന്നു. ഇത് പിന്നീട് വിദേശ രാജ്യങ്ങളിൽ വിസ അപേക്ഷ, എയർ ടിക്കറ്റ് ബുക്കിംഗ്, ബാങ്ക് രേഖകൾ, ഇൻഷുറൻസ് രേഖകൾ തുടങ്ങിയവയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഇടയാക്കും. പ്രത്യേകിച്ച് ചില രാജ്യങ്ങളിൽ സർനെയിം ഇല്ലാത്ത പാസ്പോർട്ട് ഉള്ളവർക്ക് സിസ്റ്റം വെരിഫിക്കേഷൻ പ്രശ്നങ്ങൾ വരികയും അധിക ഡോക്യുമെന്റ്സ് ആവശ്യപ്പെടുകയും ചെയ്യാം. അതിനാൽ തുടക്കത്തിൽ തന്നെ പേര് ശരിയായ രീതിയിൽ വിഭജിച്ച് നൽകുന്നത് ഭാവിയിലെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ സഹായകരമാകും. സർനെയിം നൽകാത്ത പാസ്പോർട്ട് എടുത്താൽ പിന്നീട് തിരുത്തൽ ചെയ്യാൻ വീണ്ടും റീ ഇഷ്യൂ അപേക്ഷയും ഫീസും ആവശ്യമായി വരും. അതുകൊണ്ട് ആദ്യ അപേക്ഷയിൽ തന്നെ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് സമയവും പണവും ലാഭിക്കാൻ സഹായിക്കും. ഇനി മറ്റൊരു പ്രധാന കാര്യം, പാസ്പോർട്ട് അപേക്ഷയിൽ നൽകിയ എല്ലാ വിവരങ്ങളും ഇൻഷുറൻസ് പോളിസികൾ, ബാങ്ക് അക്കൗണ്ടുകൾ, ആധാർ, പാൻ, വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റുകൾ എന്നിവയുമായി ഒത്തിരിക്കാൻ ശ്രദ്ധിക്കണം. കാരണം ഭാവിയിൽ വിദേശത്തേക്ക് പോകുമ്പോൾ മെഡിക്കൽ ഇൻഷുറൻസ്, ട്രാവൽ ഇൻഷുറൻസ്, ജോലി കരാർ, സ്റ്റഡി വിസ തുടങ്ങിയ നിരവധി രേഖകളിൽ പേര് വ്യത്യാസമുണ്ടെങ്കിൽ വെരിഫിക്കേഷൻ വൈകാനും അപേക്ഷ റിജക്റ്റ് ആകാനും സാധ്യതയുണ്ട്. അതിനാൽ പാസ്പോർട്ട് എടുക്കുന്നത് ഒരു ചെറിയ പ്രോസസ്സ് എന്ന് കരുതാതെ ജീവിതത്തിലെ പ്രധാന ഐഡന്റിറ്റി ഡോക്യുമെന്റ് തയ്യാറാക്കുന്ന ഒരു ഉത്തരവാദിത്തമായി കാണണം. ഇനി താത്കാൽ പാസ്പോർട്ട് എപ്പോൾ എടുക്കണം എന്നതും അറിയേണ്ടതാണ്. അടിയന്തര യാത്ര, സ്റ്റഡി അഡ്മിഷൻ ഡെഡ്ലൈൻ, ജോലി ഓഫർ തുടങ്ങിയ സാഹചര്യങ്ങളിൽ താത്കാൽ സേവനം ഉപയോഗിച്ച് വേഗത്തിൽ പാസ്പോർട്ട് ലഭ്യമാക്കാം. എന്നാൽ സാധാരണ സമയമുണ്ടെങ്കിൽ നോർമൽ അപേക്ഷ തന്നെ സാമ്പത്തികമായി കൂടുതൽ ഗുണകരമാണ്. ഇനി കുടുംബത്തിലെ ഓരോ അംഗത്തിനും പാസ്പോർട്ട് എടുക്കുന്നതിൻ്റെ പ്രാധാന്യം പറയാം. പലരും വീട്ടിൽ ഒരാൾക്ക് മാത്രമേ പാസ്പോർട്ട് എടുക്കാറുള്ളൂ. എന്നാൽ അവസരം വന്നപ്പോൾ കുടുംബത്തിലെ മറ്റുള്ളവർക്കും അടിയന്തരമായി അപേക്ഷ നൽകേണ്ടി വരികയും സമയം നഷ്ടപ്പെടുകയും ചെയ്യുന്നു. അതിനാൽ ഭാവിയിൽ സ്റ്റഡി, ടൂർ, ജോബ്, മെഡിക്കൽ ട്രാവൽ തുടങ്ങിയ അവസരങ്ങൾ വന്നാൽ ഉടൻ ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ ഓരോ അംഗത്തിനും മുൻകൂട്ടി പാസ്പോർട്ട് ഉണ്ടാകുന്നത് ഒരു സുരക്ഷാ തയ്യാറെടുപ്പാണ്. ഇന്നത്തെ ലോകത്തെ അവസരങ്ങൾ എപ്പോൾ വരുമെന്ന് നമുക്ക് മുൻകൂട്ടി അറിയാൻ കഴിയുന്നതല്ല. പക്ഷെ തയ്യാറായി ഇരിക്കുന്നവരാണ് അവസരങ്ങൾ വേഗത്തിൽ ലഭിക്കുന്നത് എന്നത് ഓർക്കണം. ഇന്നത്തെ വീഡിയോ പാസ്പോർട്ട് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ വളരെ വിശദമായി നമ്മൾ മനസ്സിലാക്കി. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുവെങ്കിൽ ഇത് നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും മാക്സിമം ഷെയർ ചെയ്യുക. കാരണം പലർക്കും ഈ ചെറിയ അറിവുകളുടെ അഭാവം കൊണ്ടാണ് വലിയ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്നത്. അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ അടുത്ത ഭാഗം കൂടുതൽ പ്രായോഗിക ഉദാഹരണങ്ങളോടെ ലൈവ് അപേക്ഷ ടിപ്സുകളോടെയും അവതരിപ്പിക്കുന്നതാണ്. അതിനാൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത ഭാഗം കാണാൻ തയ്യാറാകൂ. അടുത്ത ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി ഉടൻ വരുന്നതാണ്. അതുവരെ
സ്റ്റേ സേഫ്, സ്റ്റേ ഇൻഫോംഡ്. നന്ദി.